ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാസ്റ്റർ എൽവിസ് ഫോർ ചർച്ചിന്റെ ഒരു പ്രഭാഷണത്തിലെ പ്രധാന ആശയങ്ങളൊന്ന് വിശകലനം ചെയ്യാൻ പോവുകയാണ്. ഏകത അഥവാ ഐക്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നമുക്കതിലേക്ക് കടക്കാം. അപ്പോ ഈ പ്രഭാഷണം തുടങ്ങുന്നത് തന്നെ വളരെ ശക്തമായൊരു ചിന്തയോടെയാണ്. അതായത്, എന്റെ കൂടെ ചേർക്കുന്നത് ദൈവത്തിൽ നിന്നുള്ളതാണ്, എന്നാൽ ചിതറിക്കുന്നത് അത് എതിരാളിയുടേതാണ്. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണല്ലേ? ഐക്യമെന്ന് പറയുന്നത് വെറുമൊരു നിർദ്ദേശമല്ല, അതൊരു ദൈവീകമായ കാര്യമാണ്. ഇതിന് നേരെ വിപരീതമായി പ്രവർത്തിക്കുന്നൊരു ശക്തിയുമുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ ഇതിലെ ആദ്യത്തെ പോയിന്റ് ഇതാണ്: ദൈവത്തിന്റെ ഹൃദയം തന്നെ ഐക്യത്തിനുള്ളൊരു ആഹ്വാനമാണ്. ഇതിന്റെ അടിസ്ഥാനപരമായ ആശയം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ സ്വഭാവം തന്നെ ഒന്നിച്ചു ചേർക്കലാണ്, വേർപെടുത്തുന്നതല്ല, മറിച്ച് ഒന്നാക്കുന്നതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അപ്പോൾ എന്താണ് ഈ ഏകത അല്ലെങ്കിൽ ഐക്യം? പ്രഭാഷണത്തിൽ പറയുന്നത് ഇത് പൂർണ്ണമായും യോജിച്ച ഒരവസ്ഥയാണ്. അതായത്, വേർപിരിയൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് വിവാഹം. ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, പുരുഷനും സ്ത്രീയും വിവാഹത്തിലൂടെ ഒരേ ശരീരമായി തീരുന്നു എന്ന്. അത് ദൈവം ഒരിക്കലും തകർക്കാൻ ഉദ്ദേശിക്കാത്ത ഒരു ബന്ധമാണ്. ഈയൊരു ആശയം കൂടുതൽ ഉറപ്പിക്കാൻ പാസ്റ്റർ യോഹന്നാൻ 17-ാം അധ്യായത്തിലെ ഒരു വാക്യം ഉദ്ധരിക്കുന്നുണ്ട്. യേശു പ്രാർത്ഥിക്കുകയാണ്, അവർ പൂർണ്ണമായി ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായിരിക്കുന്നു. എന്തിനാണിത്? അപ്പോൾ നീ എന്നെ അയച്ചു എന്ന് ലോകമറിയും. അപ്പോൾ നോക്കൂ, ഈ ഐക്യമെന്ന് പറയുന്നത് വെറുതെ നമുക്കുള്ളിൽ സന്തോഷമായിരിക്കാൻ വേണ്ടി മാത്രമല്ല, പുറത്തുള്ള ലോകത്തിന് ഒരു അടയാളം കൂടിയാണ്. ശരി, അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇവിടെ ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് പ്രധാന ശക്തികളെക്കുറിച്ചാണ് പ്രഭാഷണത്തിൽ ഊന്നിപ്പറയുന്നത്. ഈ രണ്ട് ശക്തികളെയും മനസ്സിലാക്കാൻ പാസ്റ്റർ കുറച്ച് നല്ല ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്നെടുക്കുന്നുണ്ട്. ഒരു വശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി. അതെങ്ങനെയുള്ളതാണ്? ഒരു കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ കൂട്ടിച്ചേർക്കുന്നതുപോലെ, അല്ലെങ്കിൽ വിളവെടുത്ത ഗോതമ്പ് കളപ്പുരയിലേക്ക് ശേഖരിക്കുന്നതുപോലെ. അതായത്, ഒരുമിപ്പിക്കുന്നു, സംരക്ഷിക്കുന്നു. എന്നാൽ മറുവശത്ത് പിശാചിന്റെ പ്രവൃത്തിയോ? അത് ചിതറിക്കലാണ്. വഴിതെറ്റി അലയുന്ന ആടിനെപ്പോലെ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് ഉപയോഗശൂന്യമായ നാണയം പോലെ. കണ്ടില്ലേ ആ വ്യത്യാസം? ഒന്ന് സംരക്ഷണവും ലക്ഷ്യവുമാണെങ്കിൽ മറ്റേത് നഷ്ടവും നാശവുമാണ്. ഇതിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് വെച്ചാൽ, ഇതിലൊരു മധ്യനിലയില്ല എന്നതാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും, ഓരോ വിശ്വാസവും, ഓരോ മനോഭാവവും ഒന്നുകിൽ ദൈവത്തിന്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നതിന് സഹായിക്കുന്നു, അല്ലെങ്കിൽ പിശാചിന്റെ കൂടെ ചിതറിക്കുന്നതിന് സഹായിക്കുന്നു. നമുക്ക് ഞാൻ ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല എന്നാണ് പ്രഭാഷണം പറയുന്നത്. ഓക്കേ, അപ്പോൾ ഈയൊരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സഭയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം. സഭ എങ്ങനെയാണ് ഒരൊറ്റ ശരീരമായി പ്രവർത്തിക്കേണ്ടത്? ഇവിടെ പൗലോസ് അപ്പോസ്തലന്റെ ശരീരത്തെക്കുറിച്ചുള്ള രൂപകമാണ് ഉപയോഗിക്കുന്നത്. ഒരു ശരീരത്തിൽ പല ഭാഗങ്ങളുണ്ട്, അല്ലേ? കൈ, കാല്, കണ്ണ്, ചെവി. അതുപോലെ തന്നെയാണ് സഭയും. പലതരം കഴിവുകളുള്ള, പലതരം ജോലികൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ചേർന്നതാണ് സഭ. ചിലർക്ക് കൂടുതൽ പ്രാധാന്യം തോന്നാം, ചിലർ സാധാരണക്കാരാവാം. പക്ഷേ എല്ലാവരും ചേർന്നാലേ ശരീരം പൂർണ്ണമാകൂ. അതെ, പല ഭാഗങ്ങളുണ്ടാകാം, പക്ഷേ ശരീരം ഒന്നേയുള്ളൂ. ലക്ഷ്യവും ഒന്നുതന്നെ. വ്യക്തിപരമായ വ്യത്യാസങ്ങൾക്കപ്പുറം ഈ പൊതുവായ ലക്ഷ്യമാണ് ഐക്യമുണ്ടാക്കുന്നത്. ഇവിടെ വളരെ രസകരമായൊരു താരതമ്യം വരുന്നുണ്ട്. സാധാരണ ലോകത്തിൽ ഒരു വിവാഹത്തിന് മണവാളൻ മണവാട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് പതിവ്. എന്നാൽ ബൈബിളിൽ ഇത് തിരിച്ചാണ് പറയുന്നത്. സഭയാകുന്ന നമ്മൾ, അതായത് മണവാട്ടി, നമ്മുടെ മണവാളനായ യേശുവിൻ്റെ അടുത്തേക്ക് പോകണം. ഇതിന്റെ അർത്ഥമെന്താ? ഐക്യത്തിനായി നമ്മൾ മുൻകൈയെടുക്കണം, നമ്മൾ അങ്ങോട്ട് ചേരണം എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഈ ഐക്യത്തിൽ ഒരു വിശ്വാസിയുടെ പങ്കെന്താണ്? നമ്മൾ പ്രായോഗികമായി എന്ത് ചെയ്യണം? പ്രഭാഷണത്തിൽ ഐക്യത്തിനു വേണ്ടി 4 കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. 1. ദൈവവചനത്തോട് പൂർണ്ണമായി യോജിക്കുക. അതായത്, ചോദ്യം ചെയ്യാതെ ആമേൻ എന്ന് പറയുക. 2. വിശ്വാസത്തിലൊന്നിക്കുക. സഭയുടെ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ തർക്കമില്ലാതെ ഒരുമിച്ച് നിൽക്കുക. 3. സഭാ നേതൃത്വത്തെ പിന്തുടരുക. നിങ്ങളുടെ പാസ്റ്റർ ആരാണോ അവരോടൊപ്പം ചേരുക. 4. ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ല, എല്ലാവർക്കും വേണ്ടിയുള്ള ഒരൊറ്റ ലക്ഷ്യത്തിനായി പ്രാർത്ഥിക്കുക. ഇതിലെ സന്ദേശം വളരെ വ്യക്തമാണ്. വിശ്വാസികൾ അവരുടെ നേതാവിനോടൊപ്പം ചേരണം. നേതാവ് വിശ്വാസികളുടെ അടുത്തേക്ക് വരികയല്ല, വിശ്വാസികൾ നേതാവിനോടൊപ്പം ചേരുകയാണ് വേണ്ടത്. ദൈവം നിയമിച്ചൊരു കാഴ്ചപ്പാടിന് പിന്നിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഐക്യം സാധ്യമാവുന്നത് എന്നാണിവിടെ പറയുന്നത്. ശരി, ഇനി അവസാന ഭാഗത്തേക്ക് വരാം. എന്താണ് ഈ ഐക്യത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം? എന്തിനാണിതിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്?
അപ്പോൾ ഐക്യത്തിന്റെ ഉദ്ദേശമെന്ന് പറയുന്നത് പല തലങ്ങളിലുള്ള ഒന്നാകലാണ്. ക്രിസ്തു എവിടെയാണോ അവിടെ നമ്മളും ശാരീരികമായിരിക്കുക, അവിടുത്തെ ആത്മീയ ശക്തി അനുഭവിക്കുക, ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുക, വെറുമൊരു അതിഥിയായിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ സ്വന്തം കുടുംബത്തിലെ ഒരംഗമായി തീരുക, വീടുകൾ ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന ഒരു നഗരം പോലെ ഒന്നായി തീരുക. അതാണ് ലക്ഷ്യം. യേശുവിന്റെ പ്രാർത്ഥനയിലെ ആ വാക്യം ഈ ലക്ഷ്യത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്നു. പിതാവേ, നീ എനിക്കു തന്നവർ ഞാനിരിക്കുന്ന ഇടത്ത് എന്നോടുകൂടെ ഇരിക്കണം. കണ്ടില്ലേ, അവസാനം എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ ഒന്നായി ജീവിക്കുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഐക്യം. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിനു മുന്നിൽ നിർത്തുന്നുണ്ട്. ഒരു സമൂഹമെന്ന നിലയിൽ ഇത്ര ശക്തമായി ഒന്നാകുമ്പോൾ അതിലൊരു വ്യക്തിയെന്ന നിലയിൽ നമ്മുടെ സ്ഥാനം എവിടെയാണ്? ഒരുമയുടെ ഈ വലിയ ചിത്രത്തിൽ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കും ചിന്തകൾക്കും എന്ത് സ്ഥാനമാണുള്ളത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്.